ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഹെൽത്തി ലഡ്ഡുവാണ് ഉണ്ടാക്കുന്നത്. റാഗി മാവ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ലഡ്ഡുവാണ്. ഓരോ സ്ഥലങ്ങളിൽ കോറപ്പൊടി എന്നും പറയും. അപ്പോൾ നമ്മളിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് ജാങ്കരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് മെൽറ്റായത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് പീനട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് കാഷ്യൂ നട്ട്സ്, കുറച്ച് ബാദാം, കുറച്ച് പിസ്ത എല്ലാം ഞാൻ ചേർത്ത് കൊടുത്തു. ഒരു 2 മിനിറ്റ് അളവിൽ ഞാനൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നട്ട്സ് ഏത് നട്ട്സ് വേണമെങ്കിലും നിങ്ങൾ ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ അടുത്ത് ഏതാ ഉള്ളത് അത് മാത്രം ചേർത്ത് കൊടുത്ത് 1-2 നട്ട്സ് ചേർത്ത് കൊടുത്തും വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഉള്ളത് കൊണ്ട് എല്ലാ നട്ട്സും ഞാൻ ചേർത്ത് കൊടുത്ത് ഒന്ന് വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അതേ പാനിൽ ഒരു 3 ടീസ്പൂൺ അളവ് നെയ്യ് ചേർത്ത് കൊടുത്ത് അതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ടും കുറച്ച് ഗ്രേപ്സും ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്ത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതേ നെയ്യിൽ തന്നെ 1 കപ്പ് അളവ് റാഗി മാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏത് കപ്പിലാണ് റാഗി മാവ് എടുക്കുന്നത് അതേ കപ്പിൽ തന്നെ ജാങ്കരിയും വെള്ളമെല്ലാം അളവെടുത്താൽ മതി. മാവ് അത് ചേർത്ത് കൊടുത്ത് 2 മിനിറ്റ് അളവ് വറുത്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഞാൻ മിക്സി ജാറിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള നട്ട്സ് എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അതിനുശേഷം അതിലേക്ക് ഒരു 3 ഏലക്ക ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പൊടിച്ചെടുക്കാം. നല്ലവണ്ണം പൊടിക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അതിനുശേഷം ഞാനൊരു പാത്രത്തിലേക്ക് ഞാനത് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള റാഗി പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കാഷ്യൂ നട്ടും ഗ്രേപ്സും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കൈ കൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ജാങ്കരി അത് ഞാനൊരു അരിപ്പയിലേക്ക് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് കൈ കൊണ്ട് തന്നെ നിങ്ങൾ നല്ലോണം മിക്സ് ചെയ്തെടുക്കാൻ നോക്കുക. നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ ബോൾസ് ആക്കാൻ പറ്റുന്ന പരുവം വരെ നമ്മൾ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബോൾസ് ആക്കാൻ പറ്റുന്ന ആ ഒരു രൂപം വരെ നമ്മൾ ഇതേപോലെ കുറേശ്ശെ നമ്മൾ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെ ഞാൻ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് റെഡിയാക്കി എടുക്കാം. ഞാൻ ഇപ്പോൾ ലഡ്ഡു ആയതുകൊണ്ട് ഞാനൊരു ബോൾസിലാണ്, ആ ഒരു രൂപത്തിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ എല്ലാ മാവും ഇതേപോലെ ബോൾസാക്കി എടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾ ഞാനിപ്പോൾ കുറച്ച് വലിയ ലഡ്ഡു ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ചെറുതായിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. ഇതേപോലെ തന്നെ എല്ലാ മാവും ഞാൻ ഇപ്പോൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഹെൽത്തിയാണ്, കുട്ടികൾക്കെല്ലാം നല്ല കൊടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡ്ഡുവാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വണ്ടായ റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.